നമസ്കാരം. ഇന്നലെ എക്സിറ്റ് പോളുകൾ വിശകലനം ചെയ്യുന്ന പരിപാടിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. BJPയുടെ സമീപകാലത്ത് ഉണ്ടായ ഏറ്റവും നല്ല, ഏറ്റവും സമർത്ഥമായിട്ടുള്ള, ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം അസാമിൽ നിന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ BJPയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു എന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വ്യക്തി അടിസ്ഥാനപരമായിട്ട് ആസാമിൻ്റെ ഒരു മണ്ണിൻ്റെ മകൻ എന്നുള്ളൊരു വികാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, കോൺഗ്രസുമായിട്ട് ചേരുന്നത്. കാരണം തദ്ദേശീയമായ ആസാമിൻ്റെ തനിമ നിലനിർത്തണം. ഈ കുടിയേറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാർ ആസാമിൻ്റെ തനിമ നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു പൊതുവികാരം ആസാമിൽ അലയടിക്കുന്ന 80കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ വികാരങ്ങളുടെ എല്ലാം തീ ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം ആസാമിൽ കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസ് പിന്നെ അദ്ദേഹം പടിപടിയായി വളർന്നു വന്ന് കോൺഗ്രസ് മന്ത്രിസഭയിൽ തന്നെ കൃഷി, വ്യവസായം, സാമ്പത്തികം, ധനകാര്യം തുടങ്ങിയ നിരവധി വകുപ്പുകൾ സമർത്ഥമായി കൈകാര്യം ചെയ്തിട്ടാണ്. ആരോഗ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന സമയത്താണ് ഏതാണ്ട് നിരവധി മെഡിക്കൽ കോളേജുകൾ, 3ഓ 5ഓ മെഡിക്കൽ കോളേജുകൾ ആസാമിൽ വരുന്നതും ആരോഗ്യരംഗം മെച്ചപ്പെടുന്നതും. കൃഷിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ, ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ സമർത്ഥനായ ഒരു ഭരണാധികാരിയാണ് താൻ. വളരെ പ്രായം കുറഞ്ഞ കാലത്താണ് അദ്ദേഹം MLA ആകുന്നതും പിന്നീട് മന്ത്രിയാകുന്നതും. അപ്പോൾ തന്നെ ആ ഒരു പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത അദ്ദേഹം ഭരണകാര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന വകുപ്പുകളെല്ലാം വളരെ സമർത്ഥമായി തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയൊരു പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പതിവ് പോലെ തന്നെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു വന്നാൽ അത് രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ ഭീഷണിയാകുമെന്നുള്ള ഒരു ആശങ്കയിൽ ഇദ്ദേഹത്തെ തഴഞ്ഞ് തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു നടപടി കോൺഗ്രസിൻ്റെ വ്യാജ ഗാന്ധി കുടുംബം കൈക്കൊള്ളുകയും അതേ തുടർന്ന് അതിൽ നിരാശനായ ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിടുകയും കൃത്യമായി BJP അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം വ്യക്തമായി അദ്ദേഹത്തെ ഉപയോഗിക്കുകയും ചെയ്തു. അത് ആസാമിൽ മാത്രമല്ല, അവിടെയാണ് BJPയുടെ രാഷ്ട്രീയ തന്ത്രമെന്ന് ഞാൻ പറയുന്നത്, ഏറ്റവും സമർത്ഥമായ രാഷ്ട്രീയ തന്ത്രമെന്ന് പറയുന്നത്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആസാമാകട്ടെ, മണിപ്പൂരാകട്ടെ, ത്രിപുരയാകട്ടെ, 7 സംസ്ഥാനങ്ങളും ഒരു തരത്തിൽ തന്നെ ഭാരതത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നു പോയിരുന്നത്. അതിൻ്റെ ഒരേ ഒരു കാരണം കോൺഗ്രസ്സാണ്. കാരണം ആ സംസ്ഥാനങ്ങളെയെല്ലാം അന്യവൽക്കരിച്ച് നിർത്തി അവിടെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടാക്കിയാൽ മാത്രമേ ആ സംസ്ഥാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ തുടരുകയുള്ളൂ എന്നുള്ളൊരു ധാരണയിലും ചൈനയെ പേടിച്ചും ആ സംസ്ഥാനങ്ങളിൽ വികസനം കൊണ്ടുവരാൻ മടിച്ചും തുടർന്ന കോൺഗ്രസ് ചെയ്തത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് ഏതാണ്ട് അന്യവൽക്കരിച്ച് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അടിസ്ഥാനപരമായിട്ട് അവിടെയുള്ളവരെ ചിങ്കികളെന്നും ചൈനക്കാരെന്നും ഒക്കെ ഭാരതീയർ തന്നെ സിനിമകളിലൂടെയും നേരിട്ടുമൊക്കെ അപമാനിക്കുന്ന അവസ്ഥകളിലേക്കും കാര്യങ്ങളെത്തി. അരുണാചൽ പ്രദേശായാലും ശരി, ത്രിപുരയായാലും ശരി, മണിപ്പൂരായാലും ശരി, ആസാമായാലും ശരി, ഏത് സംസ്ഥാനമായിക്കോട്ടെ അവരെയെല്ലാം ഒരേ തരത്തിൽ അപമാനിക്കുന്ന ഒരു രീതി ഭാരതത്തിലൊട്ടാകെ നടപ്പാക്കിയത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണമാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ളവർ ഈ ആസാമിൻ്റെ ഒരു തനത് സംസ്കാരത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ്. ആസാമിൻ്റെ തനത് സംസ്കാരം എന്ന് പറയുന്നത് അഭിമാനം കൊള്ളേണ്ട ഒരു സംസ്കാരം തന്നെയാണ്. കാരണം ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ അധിനിവേശകരെ ചെറുക്കുന്ന കാര്യത്തിൽ ആസാം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. ആസാമും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ലജിത് ബോർപോക്കിനെ പോലുള്ള ഇതെല്ലാം പല ഘട്ടത്തിൽ പല തവണ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ആസാമിൻ്റെ ഒരു തനത് സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഉജ്ജ്വലമായൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അസാമിൽ മാത്രമല്ല, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊട്ടാകെ. അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയെ BJP ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ ഉപയോഗിച്ചത് അസാമിലേക്ക് മാത്രമല്ല, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു സഖ്യങ്ങളുണ്ടാക്കി ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക തനിമ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളെയെല്ലാം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെയോ സന്നദ്ധ സംഘടനകളെയോ സമുദായ സംഘടനകളെയോ എല്ലാം ഏകീകരിച്ച് അവിടെ ഒരു സാംസ്കാരിക വിപ്ലവം തന്നെ BJP സൃഷ്ടിക്കുകയായിരുന്നു. അതിൻ്റെ ചുക്കാൻ പിടിച്ചത്, അതിൻ്റെ കുന്തമുനയായി പ്രവർത്തിച്ചതും ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലൊട്ടാകെ BJP അവരുടെ രാഷ്ട്രീയ കാൽപ്പാടുകൾ പതിപ്പിക്കുകയും ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം
ഒന്നുകിൽ BJP നേരിട്ടോ അല്ലെങ്കിൽ BJP സഖ്യത്തിലുള്ള സർക്കാരുകളോ ആണ് അധികാരത്തിലുള്ളത്. അതിൻ്റെ മാറ്റങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുവാനുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഒരു റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും കോളേജുകളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും എല്ലാം വികസിച്ചത് മിന്നൽ വേഗത്തിലാണ് എന്ന് പറയുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നോർത്ത് ഈസ്റ്റിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറി. ഞാൻ ഡെമോഗ്രഫിയുടെ കാര്യമല്ല പറയുന്നത്, ജനസംഖ്യയുടെ കാര്യമല്ല പറയുന്നത്, ജനസംഖ്യാ മാറ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. കാരണം അനധികൃത കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും എല്ലാം വല്ലാതെ ബാധിച്ച ഒരു സംസ്ഥാനമാണ് ആസാം. അതും ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഹിമന്ത ബിശ്വ ശർമ്മ ചുക്കാൻ പിടിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു പുനർക്രമീകരണമുണ്ട്. പുനർക്രമീകരണം തന്നെയാണ് BJP ചെയ്തത്. തിരിച്ചവരെ ഭാരതത്തിൻ്റെ ദേശീയതയിലേക്ക് അടുപ്പിച്ച് അവരുടെ തനത് സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ തങ്ങൾ ഭാരതീയരാണെന്നുള്ളതിൽ അഭിമാനം കൊള്ളുവാൻ അവരെ പ്രേരിപ്പിച്ച്, എന്നാൽ ഈ മതപരിവർത്തനം എന്നുള്ളൊരു ഭോഷ്കിന് യാതൊരു തരത്തിലും പ്രോത്സാഹനം നൽകാതെ BJP വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹിമന്ത ബിശ്വ ശർമ്മയിലൂടെ തങ്ങളുടെ കാൽപ്പാട് പതിയിക്കുക തന്നെ ചെയ്തു. രാഷ്ട്രീയ സാന്നിധ്യം വളരെ ശക്തമാക്കി എന്ന് തന്നെ പറയണം. ഇനി അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ കാര്യത്തിലേക്ക് വരാം. ബംഗ്ലാദേശിൽ നിന്നുള്ള അക്രമികളും ജിഹാദികളും യാതൊരു തടയുമില്ലാതെ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നൊരു സംസ്ഥാനമായിരുന്നു അസാം. ഹിമന്ത ബിശ്വ ശർമ്മ വന്നിട്ട് ആദ്യം ചെയ്തത്, ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്ത് തന്നെ ഈ നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കോൺഗ്രസ്സിന്. കോൺഗ്രസ് അത് തീർത്തും അവഗണിച്ചു. പക്ഷേ BJPയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്ത ആദ്യ പ്രവർത്തികൾ, ഒന്ന്, അധികാരത്തിലെത്തി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന 2021 ആസാമിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെയും അവിടുത്തെ നിരവധി അക്രമ സംഭവങ്ങൾക്കെതിരെയും ശക്തമായ നടപടികൾ എടുക്കുകയായിരുന്നു. തന്നെയുമല്ല, ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന നിലനിൽക്കുന്ന അനാചാരങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി കൃത്യമായിട്ട് മുസ്ലിം വിവാഹങ്ങൾ എല്ലാം സർക്കാരിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അതായത് 4ഉം 5ഉം വിവാഹങ്ങളൊന്നും അനുവദിക്കില്ല. ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൃത്യമായിട്ട് നൽകണം, 10ാം ക്ലാസ്സും കോളേജും എല്ലാം കൃത്യമായിട്ട് നൽകണം. പ്രായം കൃത്യമായിട്ട് തന്നെ നോക്കി വേണം വിവാഹം കഴിക്കാൻ. 18 വയസ്സിന് താഴേക്കുള്ള വിവാഹങ്ങൾ അംഗീകരിക്കപ്പെടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിന് കൂട്ടുനിൽക്കുന്നവരും മുതിർന്നവരും എല്ലാം ശിക്ഷിക്കപ്പെടും. പെൺകുട്ടികളെ ഏത് തരത്തിലും സംരക്ഷിക്കും തുടങ്ങിയ നിരവധി നിയമങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡിലേക്കുള്ള കൃത്യമായ ചുവടുവെപ്പുകൾ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാമിൽ ആദ്യമായി ഭാരതത്തിൽ തുടക്കം കുറിക്കുന്നത്. അവിടെയും ഹിമന്ത ബിശ്വ ശർമ്മ BJPയുടെ ഒരു ദിവ്യാസ്ത്രമായി തന്നെ, ഒരു വജ്രായുധമോ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രമോ ഒക്കെയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മ BJPയുടെ ആസാമിലെ ദിവ്യാസ്ത്രമാണ്. ആസാമിലെ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊട്ടാകെ BJP പ്രയോഗിച്ചൊരു ദിവ്യാസ്ത്രമാണ് ഭാരതത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യം എന്തുകൊണ്ട് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഒരിക്കൽ കൂടി പറയാം, എക്സിറ്റ് പോളുകൾ പറയുന്നത് ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP വൻ ഭൂരിപക്ഷം നേടി തുടർഭരണം നേടുമെന്നാണ്. എന്തായാലും കൃത്യമായിട്ടുള്ള ഫലങ്ങൾ, വീണ്ടും പറയുന്നു, എക്സിറ്റ് പോളുകൾ എക്സാക്റ്റ് പോളുകളല്ല, കൃത്യമായിട്ടുള്ള ഫലങ്ങൾ 4-ാം തീയതി അറിയാം. അന്ന് ഈ ദിവ്യാസ്ത്രത്തിൻ്റെ ഒരു പ്രയോഗം BJP എത്രത്തോളം കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടി ആസാമിൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ദിവ്യാസ്ത്രം എത്ര കാര്യക്ഷമമായി BJPക്ക് വേണ്ടി ആസാമിൽ ഇത്തവണ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് 4-ാം തീയതി അറിയാം. അന്ന് കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.